Assalamu alaikum. Welcome to Spicy Thoughts. അപ്പോൾ ഇന്നത്തെ വീഡിയോ എഗ്ലെസ് ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മൈക്രോവേവ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ബ്രൗണി ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ബ്രൗണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വിപ്പിംഗ് ക്രീമും ബ്രൗണിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു വേണ്ടിയിട്ട് അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പോളം ഉണ്ടാവും. റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണിത്. അതിലേക്ക് ചോക്ലേറ്റ് ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് ഉണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ചോക്ലേറ്റ് ചിപ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പകരം നോർമൽ ചോക്ലേറ്റ് കോമ്പൗണ്ട് യൂസ് ചെയ്യാം. ഇനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുകയോ ചെയ്യാം. ഞാനിവിടെ മൈക്രോവേവിൽ ഒരു 2 മിനിറ്റ് ഡബിൾ ബോയിൽ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനിയൊരു ബൗൾ എടുക്കുക. അതിന് മുകളിലായിട്ട് അരിപ്പ് വെച്ചിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊക്കോ പൗഡർ ഞാനിവിടെ 5 ടേബിൾ സ്പൂണാണ് അളന്നെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. അതിൽ നോർമൽ ഷുഗർ എടുത്താലും മതിയാവും. പിന്നെ ഒരു പിഞ്ച് സോൾട്ടും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ലാസ്റ്റ് വരുന്ന കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടറും ചോക്ലേറ്റും കൂടുതലത് ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഫുള്ളും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്കാണ്. 1/2 കപ്പ് മിൽക്ക് ഉണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കട്ടയില്ലാത്തൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം. ബ്രൗണിക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നോർമൽ ചോക്ലേറ്റ് കോമ്പൗണ്ട് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. എന്നിട്ട് ഒന്നും കൂടിയും ഇളക്കിയതിന് ശേഷം ഞാനിവിടെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഒരു ബേക്കിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇന്ന് ഫോയിൽ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടറൊക്കെ തേച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കായിട്ട് നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് അതിലുണ്ടാവുക. ഇനി ഇത് മൈക്രോവേവിലാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മൈക്രോവേവ് ഇല്ലാത്തവർക്ക് നമുക്ക് ഒരു നോർമൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഇറക്കി വെച്ചിട്ടും ബേക്ക് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും ഒരേപോലെ എത്തുന്ന വിധത്തിൽ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാഷ്യൂ നട്ട്സ് എന്തെങ്കിലും ഇട്ടെടുക്കാം. എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടെടുക്കാം. ഞാനിവിടെ റേസിൻസ് ബ്ലാക്കും നോർമൽ റേസിൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെക്കാം. മൈക്രോവേവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ബേക്ക് ചെയ്ത് കിട്ടും. ഞാനിവിടെ 5 to 6 മിനിറ്റിനുള്ളിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. അങ്ങനെ ചോക്ലേറ്റ് ബ്രൗണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും ബേക്കായിട്ടില്ലേ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഫോയിൽ പേപ്പറിൽ നിന്ന് വളരെ മെല്ലെ ഇതിന്ന് എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു കത്തി വെച്ചിട്ട് പീസാക്കി എടുക്കാം. ചോക്ലേറ്റ് ബ്രൗണി പല പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാനിവിടെ വിപ്പിംഗ് ക്രീമിൽ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. വിപ്പിംഗ് ക്രീമും ബ്രൗണിയും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ സ്പ്രേ ടൈപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നോർമൽ വിപ്പിംഗ് ക്രീം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് 2-3 ചോക്കോ ചിപ്സും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കഴിക്കല്ലേ. വിപ്പിംഗ് ക്രീമിനൊപ്പം ബ്രൗണി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രം സ്പൈസി തോട്ട്സ്.